എൻ്റേതല്ലാത്ത കാരണങ്ങൾ കൊണ്ടും എക്സാമ്പിൾ സ്ട്രെസ്, ആങ്സൈറ്റി അല്ല അതിപ്പോൾ എൻ്റേതല്ലാന്ന് പറയാൻ പറ്റില്ലല്ലോ. പിന്നെ എൻ്റെ കയ്യിലിരിപ്പും കൊണ്ടും എൻ്റെ മുടി കൊഴിഞ്ഞതിൻ്റെ കയ്യും കണക്കുമില്ല കേട്ടോ. ഫസ്റ്റ് ഞാൻ ചെയ്ത മേജർ മിസ്റ്റേക്ക് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ കേരള തോർത്തെടുത്ത് നല്ല അറഞ്ചും പുറഞ്ചും ഡാമേജ് ആയ മുടി കുളിച്ചതിന് ശേഷം തോർത്തുക. ഞാൻ ഒരിക്കലും തോർത്തുകൊണ്ടിന് കുറ്റം പറയില്ല. ഞാനിങ്ങനെ അറഞ്ചും പുറഞ്ചും തേക്കുന്നതുകൊണ്ടാണ് അതിങ്ങനെ കൊഴിഞ്ഞ് വരാൻ വേണ്ടി തുടങ്ങുന്നത്. പിന്നെ നനഞ്ഞ മുടി ചീപ്പ് വെച്ച് നല്ല രീതിക്ക് അങ്ങ് ചീവുക. അപ്പം പിന്നെ പറയണ്ടല്ലോ, ഉള്ളത് മൊത്തം അങ്ങ് കൊഴിഞ്ഞ് വരും. നന്നായിട്ട് കിടന്ന് ഉറങ്ങൂല. പിന്നെ ഉറങ്ങുന്ന സമയത്ത് മുടി കെട്ടി വെക്കില്ല. അപ്പം പിന്നെ നമ്മളിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തിരിഞ്ഞും മറിഞ്ഞൊക്കെ കിടക്കുമ്പോഴത്തേക്കും ഏകദേശം മുടി മൊത്തം കെട്ട് ഒടുങ്ങി അത് പിറ്റേ ദിവസം ഊരുമ്പോഴത്തേക്കും വീണ്ടും മുടി കൊഴിച്ചിൽ. എന്നാ ചെയ്യാനാ. പിന്നെ പ്രോപ്പർ ഇൻടേക്ക് ഇസ് മച്ച് ഇമ്പോർട്ടൻറ്റ്. ഫുഡ് നമുക്കിഷ്ടമുള്ള പോലെ വലിച്ച് വാരി തിന്നുക. പിന്നെ ഹെൽത്തി ആയിട്ട് തിന്നണമെന്നുള്ളൊരു കോൺസെപ്റ്റേ ഇല്ല. പിന്നെ ഇങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ വല്ലതും തിന്നു കഴിഞ്ഞാലാണ് തലയിൽ വലുതാവുള്ളൂ. പിന്നെ പ്രോഡക്റ്റ്സ് എന്തെങ്കിലുമൊക്കെ തേച്ച് കഴിഞ്ഞാൽ മുടി വളരുമെന്ന് വിചാരിച്ച് സോഷ്യൽ മീഡിയയിൽ കാണുന്ന കാര്യങ്ങൾ മൊത്തം ട്രൈ ചെയ്യും. അതും കറക്റ്റായിട്ട് ട്രൈ ചെയ്യാത്തതുകൊണ്ട് അതിൻ്റെ സൈഡ് എഫക്റ്റും കാരണം കൊണ്ട് മുടി നന്നായിട്ട് കൊഴിയേണ്ട അവസ്ഥ. അയ്യോ, ഒരു രക്ഷയില്ല. പിന്നെ അപ്പോൾ നിങ്ങൾ വിചാരിക്കും, അപ്പോൾ പിന്നെ ചേച്ചി എന്തൊക്കെ ചെയ്തിട്ടാണ് മുടിയൊക്കെ സെറ്റാക്കി എടുത്തതെന്ന്. പറയാം, എല്ലാം കൂടെ ഈ വീഡിയോയിൽ പറഞ്ഞു തരാൻ വേണ്ടി പറ്റില്ലോ. അപ്പോൾ അത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് അടുത്ത വീഡിയോ ആയിട്ട് ഇടാം കേട്ടോ. അപ്പോൾ അത്രേ ഉള്ളൂ. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.